പാലക്കാട് പട്ടാമ്പിയിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് നേരെ പാഞ്ഞെടുത്ത് തെരുവ് നായ്ക്കൾ. പാലക്കാവ് അമ്പലത്തിന് സമീപത്താണ് സംഭവം. കുട്ടികൾ വേഗത്തിൽ ഗേറ്റ് അടച്ചോടിയതിനാൽ അപകടം സംഭവിച്ചില്ല. അതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. പാലക്കാട് അമ്പലപ്പാറ സെന്ററിൽ യുവതിക്ക് തെരുവ് നായയുടെ കടിയേറ്റു. പുലാപ്പറ്റശ്ശേരി സ്വദേശി അജിതയ്ക്കാണ് കടിയേറ്റത്. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ട് നിന്ന്. ഈ കുട്ടികൾക്ക് നേരെ തെരുവ് നായ്ക്കൾ പാഞ്ഞെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണത്. ഈ സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നായി ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. സ്ഥലം മാത്രം മാറുന്നു എന്നേ ഉള്ളൂ. തുടർച്ചയായി ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത് ശ്രീ? ഇത് കുട്ടികൾ സ്ഥിരമായി കളിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയാണ്. ഈ മേഖലയിൽ തെരുവുനായ്ക്കളുണ്ട്. പക്ഷേ കാര്യമായ രീതിയിൽ ഇങ്ങനെ ആക്രമണമൊന്നും ഉണ്ടാകാറില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഇത് ആ കൂട്ടത്തോടു കൂടി ആ കുട്ടികളുടെ നേർ പാഞ്ഞെടുക്കുകയായിരുന്നു. എന്തായാലും ആ കുട്ടികൾ ഓടി മാറുകയായിരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൽ കുറേ കുട്ടികൾ ഈ തെരുവുനായ ആക്രമണത്തിൽ അവർക്ക് പരിക്കേൽക്കേണ്ട അവസ്ഥ വന്നിരുന്നു. ആ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. ഇത് കൂടാതെയാണ് കഴിഞ്ഞ ദിവസം അമ്പലപ്പാറയിൽ ഒരു സ്ത്രീക്ക് നേരെ ഇത്തരത്തിൽ തെരുവുനായുടെ ആക്രമണം ഉണ്ടായത്. ആ സ്ത്രീ നടന്നു പോവുകയായിരുന്നു, ഒന്നും ചെയ്തിട്ടില്ല. പെട്ടെന്ന് തന്നെ പിറകിലൂടെ ആ തെരുവുനായ കടന്നു വരികയായിരുന്നു. പെട്ടെന്ന് കാലിന് കടിച്ചു. ഉടൻ തന്നെ ആ സ്ത്രീ ഓടി മാറി. ആ സ്ത്രീ തിരിഞ്ഞ് കല്ലെടുത്തെറിയാനോ അല്ലെങ്കിൽ ബഹളം വെച്ചപ്പോഴോ ഈ തെരുവുനായ ഓടി മാറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരത്തിലടക്കം ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ തെരുവുനായ്ക്കളെ എത്രയും പെട്ടെന്ന് വന്ധ്യംകരണം നടത്തുകയോ അല്ലെങ്കിൽ മറ്റു തരത്തിലേക്ക് ഏതെങ്കിലും മേഖലയിലേക്ക് മാറ്റുകയോ ചെയ്യണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം രൂക്ഷമാവുന്നത് അടിയന്തര ഇടപെടൽ വേണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. ശരി, ശ്രീകുമാരൻ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു പാലക്കാട്ട് നിന്ന്.